കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അക്കൗണ്ടിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിൽ കൂടി അത് ഒന്നുകൂടി മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഇന്റേണൽ റീകൺസ്ട്രക്ഷനിലേക്ക് പോകാം. ആദ്യത്തെ ഒരു ടേമാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്. അസറ്റുകൾ ലയബിലിറ്റിക്ക് തുല്യമായിരിക്കും. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു കമ്പനിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. സാധാരണഗതിയിൽ നമ്മൾ പറയും, സാധാ ഒരു ബിസിനസ് ആണെങ്കിൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇത് കമ്പനി ആയതുകൊണ്ട് കമ്പനിയുടെ ക്യാപിറ്റൽ നമ്മൾ ഇക്വിറ്റി എന്ന് വിളിക്കുന്നു. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി. ഓക്കെ, കാണാം. ബാലൻസ് ഷീറ്റ് ഈസ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. മനസ്സിലാക്കുക, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷനെയാണ് കാണിക്കുന്നത്. ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, അതിന്റെ നിലകൾ അതെങ്ങനെയാണ് നിൽക്കുന്നത്, അതിനെയാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി ക്യാപിറ്റൽ, ടോട്ടൽ ഡെറ്റ് എറ്റ്സെട്ര അറ്റ് എ പോയിന്റ് ഇൻ ടൈം. അതായത് ഒരു നിശ്ചിത സമയത്തെ ബിസിനസിന്റെ പൊസിഷനെയാണ്, ഫൈനാൻഷ്യൽ പൊസിഷനെയാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? അസറ്റ് ഉണ്ട്, ലയബിലിറ്റികളുണ്ട്, ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ട്, ടോട്ടൽ ഡെറ്റ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണുവാൻ സാധിക്കും. ബാലൻസ് ഷീറ്റ് ഇൻക്ലൂഡ്സ് അസറ്റ്സ് ഓൺ വൺ സൈഡ് ആൻഡ് ലയബിലിറ്റീസ് ഓൺ ദ അതർ. ബാലൻസ് ഷീറ്റിൽ എത്ര സൈഡ്സ് ഉണ്ട്? 2 സൈഡുകളാണുള്ളത്. ഒരു സൈഡിൽ അസറ്റും മറ്റൊരു സൈഡിൽ ലയബിലിറ്റികളും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. For the balance sheet to reflect the true picture, both heads, liabilities and assets should tally. ഒരു ബാലൻസ് ഷീറ്റ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്. അതായത് അതിന്റെ അസറ്റ് സൈഡിലെ എമൗണ്ടും ലയബിലിറ്റി സൈഡിലെ എമൗണ്ടും ടാലി ആകും, രണ്ടും തുല്യമായിരിക്കും. അല്ലെങ്കിൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി എന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മിക്കുക. ബാലൻസ് ഷീറ്റിനെ കുറിച്ചൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അല്പം കൂടി ഒരു ക്ലാരിറ്റി ആയെന്ന് കരുതുകയാണ്. ഓക്കെ, ഇത് നമുക്കൊരു നമ്മളിവിടെ കാണുന്ന ഒരു ബാലൻസ് ഷീറ്റ് ആണ്. എല്ലാവരും നോക്കുക. ലയബിലിറ്റി സൈഡ് കാണുവാൻ സാധിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റി സൈഡ് കാണാം, റൈറ്റ് സൈഡിൽ അസറ്റ് സൈഡ് കാണാം. എന്തൊക്കെയാണ് ലയബിലിറ്റി സൈഡിലുള്ളത്? നമ്മൾ പറഞ്ഞായിരുന്നു അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി. ശരിയാണോ? അസറ്റ്സിന്റെ ടോട്ടൽ 17,50,000, ലയബിലിറ്റി ടോട്ടൽ 17,50,000. നമ്മൾ മറ്റൊരു രീതിയിലും ഈ ഇക്വേഷൻ അവതരിപ്പിച്ചിരുന്നു. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി. ശരിയല്ലേ? ഇക്വിറ്റി കാണിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ലയബിലിറ്റി. ഇതിൽ തന്നെ ആ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ലയബിലിറ്റി കോളത്തിലെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ജനറൽ റിസർവ്, 16% ബാങ്ക് ലോൺ, 18% ഡിബെഞ്ചേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. അങ്ങനെ ഒത്തിരി ഐറ്റംസ് വരും. ഒത്തിരി ഐറ്റംസ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ വരും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അസറ്റ് സൈഡ് നോക്കാം. മെഷീനറി, ബിൽഡിംഗ്, ഫർണിച്ചർ, ഡെറ്റേഴ്സ്, ക്യാഷ്, ഗുഡ്വിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡെബിറ്റ് ബാലൻസ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അസറ്റ് സൈഡിൽ വന്നതിന് അർത്ഥം എന്നാ? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ സംഗതി അസറ്റ് സൈഡിൽ വന്നാൽ അത് ലോസ് ആണ് അർത്ഥം. സാധാരണ എവിടെയാ പ്രോഫിറ്റ് ആൻഡ് ലോസ് P&L അക്കൗണ്ട് കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ആണെങ്കിൽ അത് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അസറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതർത്ഥം ഈ കമ്പനി നഷ്ടത്തിലാണ് അർത്ഥം. ക്ലിയർ അല്ലേ? P&L എന്ന് പറയുന്ന ഐറ്റം ലെഫ്റ്റ് സൈഡിലാണ് അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിലാണ് കാണിച്ചിരുന്നതെങ്കിൽ അതൊരു പ്രോഫിറ്റ് ആണെന്ന് പറയാം. ഈ കമ്പനി നഷ്ടത്തിലാണെന്ന് നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ P&L അക്കൗണ്ട് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അടുത്ത ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അസറ്റ് സൈഡിൽ ആദ്യമേ കണ്ട കാര്യങ്ങൾ ലയബിലിറ്റി സൈഡിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. ഈ ബാലൻസ് ഷീറ്റിന്റെ മൊത്തത്തിൽ ഒന്ന് നോക്കി കാണാവുന്നതാണ് എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന്. ഇത് സാധാരണ ഒരു ബാലൻസ് ഷീറ്റാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഫോർമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റാണ്. അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഈ ഒരു രീതിയിലായിരിക്കും ബാലൻസ് ഷീറ്റിനെ കമ്പനി പ്രസന്റ് ചെയ്യുന്നത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ് ആദ്യം കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം അസറ്റ്സ് എന്ന് പറഞ്ഞ് പിന്നീട് കാണുവാൻ സാധിക്കുന്നു. ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്, ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. നിങ്ങൾക്കൊന്ന് നോക്കാം എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന് ബാലൻസ് ഷീറ്റിൽ. ഓക്കെ, ഇവിടെ കാണുവാൻ സാധ്യമാണ്.
ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, അങ്ങനെ അസറ്റ് ഇക്വിറ്റി, ഫിക്സ്ഡ് അസറ്റ്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതൊരു മറ്റൊരു രീതിയിൽ ഇച്ചിരിയുടെ എളുപ്പമുള്ള രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ബാലൻസ് ഷീറ്റ്. ഓരോ ഐറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പാർട്ട് 2 രണ്ടാമത്തെ വീഡിയോയിൽ ബാക്കി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ആ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഒരു ചോദ്യം, വാട്ട് ആർ അസറ്റ്സ്? നമ്മൾ അസറ്റ്സ് എന്ന് കേട്ടു. എന്താണ് അസറ്റ്സ്? അസറ്റ്സ് ആർ ദോസ് റിസോഴ്സസ് ഓർ ദോസ് തിങ്സ് വിച്ച് ദ കമ്പനി ഓൺസ്. അതായത് കമ്പനിയുടെ റിസോഴ്സസ് ആണ്, അല്ലെ കമ്പനിയുടെ സ്വന്തം കൈവശമുള്ള ആസ്തികളെയാണ് നമ്മൾ എന്ന് പറയുന്നത് അസറ്റുകൾ എന്ന് വിളിക്കുന്നത്. ദേ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു കറന്റ് ആസ് വെൽ ആസ് നോൺ കറന്റ് അസറ്റ്സ് ഓർ ലോങ് ടൈം. സാധാരണഗതിയിൽ അസറ്റുകളെ രണ്ട് രീതിയിലാണ് തിരിക്കുന്നത്. പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമ്മൾ കാണും. അതിനെ കറണ്ട് അസറ്റ് എന്ന് വിളിക്കാം, ലോങ് ടൈം അസറ്റ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ് എന്നും വിളിക്കാം. രണ്ട് രീതിയിൽ അസറ്റിനെ അവതരിപ്പിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കറണ്ട് അസറ്റിനും ഒരു ലോങ് ടൈം അസറ്റിനും എക്സാമ്പിൾ കമന്റ് ചെയ്യണം. നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. വാട്ട് ആർ ലയബിലിറ്റീസ്? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റീസ് ആർ ഡെറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ഓഫ് ഒരു കമ്പനിയുടെ കടങ്ങൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എമൗണ്ട് ദാറ്റ് എ കമ്പനി ഓഫ്സ് ടു ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ്, അല്ലെങ്കിൽ കടക്കാർക്ക് കമ്പനി കൊടുക്കാനുള്ള. ക്രെഡിറ്റേഴ്സ് ആരെന്നറിയാം? ഹു ഇസ് എ ക്രെഡിറ്റർ? ആൻസർ കമന്റ് ചെയ്യുക. ഹു ഇസ് എ ക്രെഡിറ്റർ? ലയബിലിറ്റീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു കറന്റ് ലയബിലിറ്റീസ് ആൻഡ് ലോങ് ടൈം ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് നമുക്ക് രണ്ടായിട്ട് തിരിക്കുവാൻ സാധിക്കും, കറന്റ് ലയബിലിറ്റിയും ലോങ് ടൈം ലയബിലിറ്റിയും. ഓക്കെ, കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കറന്റ് ലയബിലിറ്റി, ലോങ് ടൈം ലയബിലിറ്റി. ഓക്കെ, അടുത്തൊരു ടൈമാണ് വാട്ട് ആർ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി? ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സാധാരണ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനൊരു ക്യാപിറ്റൽ ഉണ്ട്. ഒരു ബിസിനസ്സിൽ ഓണർ കൊണ്ടുവരുന്ന ഫണ്ടാണ് ക്യാപിറ്റൽ, ഓണേഴ്സ് ഇക്വിറ്റി. ഇവിടെ കാണാം. അനദർ ഇമ്പോർട്ടന്റ് ഹെഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ഇക്വിറ്റി. നമ്മൾ കണ്ടായിരുന്നു ബാലൻസ് ഷീറ്റിലെ പ്രധാനപ്പെട്ട ഹെഡ്സ് ആണ്, രണ്ട് ഹെഡ്സ് ആണുള്ള, ലയബിലിറ്റിയും അസറ്റ്സും. ലയബിലിറ്റിയും തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാവുന്നതാണ്, ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അസറ്റ്സ് ആർ ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. ഓണേഴ്സ് ഇക്വിറ്റി ഈസ് യൂസ്ഡ് വെൻ ദ ബിസിനസ് ഈസ് എ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. നമ്മൾ ഓണേഴ്സ് ഇക്വിറ്റി എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നടത്തുന്ന ബിസിനസ് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിൽ ഓണറുടെ ഫണ്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ. അതേസമയം ഈ ബിസിനസ് ഒരു കമ്പനിയാണെന്ന് കരുതുക, ഒരു കോർപ്പറേഷൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ അറിയപ്പെടുന്നത് എന്താണെന്നാണ്? ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ? ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. ലയബിലിറ്റി സൈഡിലാണ് കാണുന്നത്. ഇത് ഓണേഴ്സിന്റെ ഫണ്ടാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടാണ് എന്ന കാര്യം തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. നമുക്കിനി നോക്കാം ഒരു ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടക്കണമെന്ന്. ഒരു അസറ്റ് സൈഡിലും അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിലും എങ്ങനെയാണ് ഒരു ഐറ്റം കയറി വരുന്നതെന്ന് നോക്കാം. ഇഫ് എ കമ്പനി എ ബി സി എന്ന് പേരുള്ള കമ്പനി takes a 5-year loan from public sector bank for an amount of rupees 5 lakhs. ABC എന്ന് പറയുന്ന കമ്പനി ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ലോൺ എടുക്കുക. 5 ലക്ഷം രൂപ ലോൺ എടുക്കുക. അതിന്റെ അർത്ഥം എന്നാ? ബാങ്ക് ABC എന്ന് പറയുന്ന കമ്പനിക്ക് 5 ലക്ഷം രൂപ കൊടുക്കും. ക്ലിയർ ആണോ അല്ലയോ? ബാങ്ക് ABC എന്ന കമ്പനിക്ക് 5 ലക്ഷം രൂപ കൊടുക്കും. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് നോക്കാം. The accounts department will increase the cash component by 5 lakhs on the assets. അതായത് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് എന്ത് കിട്ടുക? ക്യാഷ് കിട്ടുക, 5 ലക്ഷം രൂപ കിട്ടുക. അപ്പൊ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ ക്യാഷ് എന്താ? ഒരു അസറ്റാ. ആ കിട്ടിയ 5 ലക്ഷം രൂപ എന്തെന്ന് പറഞ്ഞ് ചേർക്കും? എഴുതി ചേർക്കും. ബാലൻസ് ഷീറ്റിൽ 5 ലക്ഷം രൂപ ക്യാഷ്. ഇപ്പൊ നേരത്തെ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ 20 ലക്ഷമായിരുന്നു കരുതുക. രണ്ട് സൈഡിലും 20 ലക്ഷമായിരുന്നു. അപ്പൊ അസറ്റ് സൈഡിൽ എത്ര കൂടി? 20 പ്ലസ് 5 ലക്ഷം 25 ലക്ഷമായിട്ട് മാറി. സംഭവം ക്ലിയർ ആണല്ലോ? ഓക്കെ, തീർന്നോ? അവിടെ തീർന്നോ? ഇല്ല. ഈ ക്യാഷ് വന്നതോടൊപ്പം ബിസിനസ്സിന് ലയബിലിറ്റി ഉണ്ടായേക്കോ, ഒരു കമ്മിറ്റ്മെന്റ് വന്നേക്കോ, ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്. എന്താ?
ഈ ലോൺ എടുത്ത പൈസ തിരിച്ചു കൊടുക്കണ്ടേ? ഇത് ബാങ്കിനെ സംബന്ധിച്ച് എന്താ, ഒരു ലയബിലിറ്റിയാണ്. അപ്പൊ അവർ നേരെ എന്ത് ചെയ്യും, ലോങ് ടേം ഡെറ്റ് എന്നുള്ള പേരിൽ, അല്ലെ ബാങ്ക് ലോൺ ഉള്ള പേരിൽ ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ 5 ലക്ഷം രൂപ എഴുതി ചേർക്കും. അപ്പോൾ അവിടെ 25 ലക്ഷമായി, ഇവിടെ 25 ലക്ഷം. സംഭവം ക്ലിയർ ആണല്ലോ. ഒരു ട്രാൻസാക്ഷൻ നടന്ന എങ്ങനെയാണ് പിടികിട്ടിയില്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിലേക്ക് വന്നതെന്ന് കണ്ടില്ലേ? വളരെ സിമ്പിൾ ആണ്. ലോൺ കിട്ടുന്നു, ക്യാഷ് കിട്ടി, നമ്മളത് അസറ്റ് സൈഡിൽ കാണിക്കുന്നു, ക്യാഷ് ആയിരുന്നു. ക്യാഷ് ഒരു അസറ്റാണ്. അതേസമയം അവിടെ ഒരു ലയബിലിറ്റി കൂടി ഉണ്ടായി. എന്ത്? 5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. ഒരു ബാങ്ക് ലോൺ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഡെറ്റ്. അതെന്ത് ചെയ്യും? അത് ലയബിലിറ്റി സൈഡിലും. അങ്ങനെയുള്ള ബാലൻസ് ഷീറ്റിൽ ഒരു മാറ്റം വന്നു. 20 ലക്ഷത്തിൽ കിടന്ന ബാലൻസ് ഷീറ്റ് 25 ലക്ഷത്തിലേക്ക് ഉയർന്നതായി കാണുവാൻ സാധിക്കും. രണ്ട് സൈഡിലും മാറ്റം വന്നു. നമുക്ക് മറ്റൊരു സാഹചര്യം പരിശോധിക്കാം. ഇഫ് കമ്പനി റേസസ് ₹10 lakh ഫ്രം ഇൻവെസ്റ്റേഴ്സ്. അതായത് കമ്പനി ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ റേസ് ചെയ്യുക. നമുക്ക് നോക്കാം, ഒരു ഷെയർ ഇഷ്യൂ ചെയ്താന്ന് കരുതുക. 10 ലക്ഷം രൂപ ഷെയർ ഇഷ്യൂ ചെയ്തു. 10 രൂപ വിലയുള്ള 1 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്തു. അപ്പൊ 10 ലക്ഷം രൂപയാകും. 1 ലക്ഷം ഇൻറ്റു 10 ലക്ഷം രൂപ. അങ്ങനെ 1 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ സ്വീകരിക്കുന്നു, സമാഹരിക്കുന്നു. ദെൻ ഇറ്റ്സ് അസറ്റ്സ് വിൽ ഇൻക്രീസ് ബൈ ദാറ്റ് എമൗണ്ട്. അപ്പൊ 10 ലക്ഷം രൂപ കമ്പനിക്ക് കിട്ടി. അപ്പൊ ബാലൻസ് ഷീറ്റ് എന്ത് വരും? ക്യാഷ് ആണെങ്കിൽ ക്യാഷ് 10 ലക്ഷം രൂപ ബാലൻസ് ഷീറ്റ് കൂടും, അസറ്റ് സൈഡിൽ കൂടും. ക്ലിയർ ആണോ? കാരണം നമുക്ക് ക്യാഷ് കിട്ടി, ഇൻവെസ്റ്റേഴ്സിന്റെ നിന്ന് ക്യാഷ് കിട്ടി. അതേപോലെ നമുക്ക് എന്തുണ്ടായി? ഇവിടെ ലയബിലിറ്റി ഉണ്ടായേക്കുക. അതായത് ഇൻവെസ്റ്റേഴ്സ് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത്, അത് കമ്പനിയുടെ ഫണ്ടല്ല, ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ടാ. അപ്പൊ അതെവിടെ കാണിക്കും? ലയബിലിറ്റി സൈഡിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞ് ഒരു 10 ലക്ഷം രൂപ കൂടി വരും ലയബിലിറ്റി സൈഡിൽ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് 10 ലക്ഷം റേസ് ചെയ്തു, ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട്. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ വരും? ലയബിലിറ്റി സൈഡിൽ 10 ലക്ഷം വരും. ക്യാഷ് എവിടെ വരും? ബാലൻസ് ഷീറ്റിലും 10 ലക്ഷം വരും. ഈ രണ്ട് സാഹചര്യത്തിൽ കൂടി ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നു ടൈപ്സ് ഓഫ് അസറ്റ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു അസറ്റ്, കറണ്ട് അസറ്റ് ഉണ്ട്, നോൺ കറണ്ട് അസറ്റ്. അതൊക്കെ നമുക്കൊന്ന് വിശദമായി തന്നെ കാണാം. 3 രീതിയിൽ അസറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കൺവേർട്ടബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, 2 ഫിസിക്കൽ എക്സിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിൽ, 3 യൂസേജിന്റെ അടിസ്ഥാനത്തിൽ. കൺവേർട്ടബിലിറ്റി, അതിന് കീഴിൽ കറണ്ട് അസറ്റ്സും ഫിക്സഡ് അസറ്റ്സ്, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റ്, യൂസേജ് ഓപ്പറേറ്റിംഗ് അസറ്റും നോൺ ഓപ്പറേറ്റിംഗ് അസറ്റ്സും. ഓക്കെ, നമുക്ക് ആദ്യം കാണാം കറണ്ട് അസറ്റ് എന്താണെന്ന്. കറണ്ട് അസറ്റ് ഏതിന് കീഴിലാണ്? കൺവേർട്ടബിലിറ്റിയുടെ കീഴിലാണ് കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും. കറണ്ട് അസറ്റ്സ് ആർ അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻടു ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ടിപ്പിക്കലി വിത്തിൻ എ ഇയർ. അതായത് കുറഞ്ഞ കാലം കൊണ്ട്, ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കറണ്ട് അസറ്റുകളെ ക്യാഷ് ആക്കി അല്ലെങ്കിൽ ക്യാഷ് ഈക്വലൻസ് ആക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ക്യാഷ് ഈക്വലന്റ് എന്ന് പറയും. കാരണം ക്യാഷ് തുല്യമാണ് ബാക്കി കിടക്കുന്ന പൈസ. ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന അസറ്റുകളാണ് എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നത്. കറണ്ട് അസറ്റ്സ് ആർ ഓൾസോ ടേംഡ് ലിക്വിഡ് അസറ്റ്സ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് സച്ച്. അതായത് കറണ്ട് അസറ്റുകളെ ലിക്വിഡ് അസറ്റ് എന്നും വിളിക്കാറുണ്ട്. കാരണം പെട്ടെന്ന് ലിക്വിഡ് ആക്കുക അല്ലെങ്കിൽ ക്യാഷ് ആക്കി മാറ്റുവാൻ സാധിക്കുന്നു. അതിന് ഉദാഹരണങ്ങളാണ് ക്യാഷ്, ക്യാഷ് ഈക്വലൻസ്, അതിനകത്ത് വരുന്ന ഒന്നാണ് ബാങ്ക്, അല്ലെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ്, ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ്സ്, സ്റ്റോക്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഓഫീസ് സപ്ലൈസ്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ അസറ്റ്സ് ആണ്. ഈ അസറ്റുകൾ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അല്ല വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ എന്താക്കി മാറ്റാം? ക്യാഷോ ക്യാഷ് ഇക്വലന്റോ ആക്കി മാറ്റുവാൻ സാധിക്കും. അല്ലെ ഈ അസറ്റുകൾക്ക് ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയാം. ലിക്വിഡിറ്റി ഉള്ള അസറ്റുകളാണ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ കറണ്ട് അസറ്റ് കഴിഞ്ഞു, ഇനി അടുത്താണ് ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ്. അപ്പോൾ മനസ്സിലാക്കാം, ഫിക്സഡ് അസറ്റിന്റെ വേറൊരു പേരാണ് നോൺ കറണ്ട് അസറ്റ്. ഇത് കറണ്ട് അസറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും തീർച്ചയായിട്ടും. നോൺ കറണ്ട് അസറ്റ്സ് ആർ അസറ്റ്സ് ദാറ്റ് കനോട്ട് ബി ഈസിലി ആൻഡ് റെഡിലി കൺവേർട്ടഡ് ഇൻടു ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഈ അസറ്റുകളെ നമുക്ക് വളരെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റുവാൻ സാധ്യമല്ല, സമയമെടുക്കും. കറണ്ട് അസറ്റുകൾ ഒരു വർഷം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടി ഒരു വർഷം എടുക്കുള്ളൂ കറണ്ട് അസറ്റുകളുടെ സാഹചര്യത്തിൽ. ഇത് അങ്ങനെയല്ല, ഇത് കാലങ്ങൾ എടുക്കും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിനൊരു ഉറപ്പില്ല. കാലങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ് ഈക്വലന്റ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാൻ പാടായിരിക്കും ഈ അസറ്റുകളെ. നോൺ കറണ്ട് അസറ്റ്സ് ആർ ഓൾസോ ടേംഡ് ഫിക്സഡ് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റുകൾ നമുക്ക് വേറെ രീതിയിൽ വിളിക്കാം ഫിക്സഡ് അസറ്റ്സ്, ലോങ് ടേം അസറ്റ്സ് ഓർ ഹാർഡ് അസറ്റ്സ്. ഹാർഡ് അസറ്റ്സ് എന്നും ഇത് നമ്മൾ വിളിക്കാറുണ്ട്. എക്സാമ്പിൾസ് ഓഫ് നോൺ കറണ്ട് അസറ്റ്സ് ഓർ ഫിക്സഡ് അസറ്റ്സ് ഇൻക്ലൂഡ്, അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇതിൽ ഏതൊക്കെ വരും? ഫിക്സഡ് അസറ്റ്സിലും നോൺ കറണ്ട് അസറ്റ്സിലും എന്തൊക്കെ വരും ആദ്യം മനസ്സിലാക്കുക. ഇതിന് നമുക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും എന്താക്കാൻ പറ്റില്ല,
ക്യാഷോ ക്യാഷ് ഈക്വലന്റോ ആക്കി മാറ്റാൻ സാധിക്കുകയില്ല. ഇതിന് ലിക്വിഡിറ്റി ഇല്ലെന്ന് വേണേൽ പറയാം. ഉദാഹരണം ലാൻഡ്, നമ്മുടെ കമ്പനിയുടെ ലാൻഡ് പെട്ടെന്ന് വിറ്റ് പോകും. നമ്മൾ അതിനെക്കുറിച്ച് ശ്രമിച്ച് ലാൻഡ് വിൽക്കാൻ ശ്രമിച്ച് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും വിറ്റ് പോകുന്നത്. അതുപോലെ ബിൽഡിങ്സ്, മെഷീനറി, എക്യുപ്മെന്റ്സ്, പേറ്റൻസ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെ ഫിക്സഡ് നേച്ചറിലുള്ള അസറ്റ്സ് ആണ്, അല്ലെ നോൺ കറന്റ് നേച്ചറാണ്. നമ്മളിപ്പോൾ വിൽക്കണമെന്ന് വിചാരിച്ചാൽ ഇത് വിറ്റ് പോകില്ല. അതേസമയം ഇവിടെ നോക്കി ക്യാഷ് തന്നെയാണ്, ക്യാഷ് ഈക്വലന്റ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, അപ്പം തന്നെ നമുക്ക് ക്യാഷ് ആക്കാം. ഈവൻ FD ആണെങ്കിൽ പോലും നമുക്ക് ക്യാഷ് ആക്കാൻ സാധിക്കും. ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ്സ് 90 ദിവസത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, 150 ദിവസത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് എന്താക്കാം, ക്യാഷ് ആക്കി മാറ്റാം. സ്റ്റോക്ക് അല്ലെ ഷെയർ, സ്റ്റോക്ക് കമ്പനിയിലെ കറണ്ട് അസറ്റ്. ഈ സ്റ്റോക്ക് ഏതാ, ഉദ്ദേശിച്ചിരിക്കുന്ന സ്റ്റോക്ക് ആണ് ബിസിനസ് ഇരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞ അസറ്റ് അറിയാലോ. നമുക്കിരിക്കുന്ന സ്റ്റോക്ക്, ആ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് വിറ്റ് തീർക്കാം. അല്ലെങ്കിൽ സ്റ്റോക്കാണ് നമ്മൾ കച്ചവടം നടത്തുന്ന ബിസിനസ് ഇടുന്നത്, അത് ഓരോ ദിവസവും വിറ്റ് പൊക്കോളും. സ്റ്റോക്ക് എന്ന രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഷെയറിനെയും സ്റ്റോക്ക് എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഗ്രൂപ്പ് ഓഫ് ഷെയർസ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കും. ഓക്കെ, അതുപോട്ടെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ആ പേര് തന്നെയുണ്ട് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതായത് നമുക്ക് ഒത്തിരി ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ഷോർട്ട് ടൈം സെക്യൂരിറ്റീസിനെ കുറിച്ച്, ഒരു ബില്ലുകൾ അല്ലെങ്കിൽ എന്താ കൊമേഴ്സ്യൽ പേപ്പർ, അങ്ങനത്തെ സെക്യൂരിറ്റികൾ, ഇതൊക്കെ എന്താ സെക്യൂരിറ്റികൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ കറണ്ട് അസറ്റുകളാണ്. ഓഫീസ് സപ്ലൈസ്, ഇതെല്ലാം പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ സാധിക്കും. അതേസമയം ഇവിടെ നോക്കി മെഷീനറി, ബിൽഡിംഗ്, ലാൻഡ്, എക്യുപ്മെന്റ്സ്, പേറ്റൻസ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെ പെട്ടെന്ന് വിറ്റ് പോകും. വിൽക്കാൻ സാധിക്കും, പക്ഷെ സമയം എടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് നടക്കുമായിരിക്കും, പക്ഷെ സാധാരണ ഒരു ഗതിയിൽ ഇത് സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റുവാൻ സാധിക്കില്ല. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ കൺവേർട്ടബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കറണ്ട് അസറ്റ്സും ഫിക്സഡ് അസറ്റ്സും. രണ്ട്, ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അതിന്റെ കീഴിൽ രണ്ടായിട്ട് തിരിക്കാൻ, ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാഞ്ചിബിൾ അസറ്റ്സ് ആർ അസറ്റ്സ് ആണ് ദാറ്റ് ഹാവ് എ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. മീൻസ് നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും, ഫീൽ ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് കാണാൻ പറ്റും, അതിനെ തൊടാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താ സെറ്റാ? ടാഞ്ചിബിൾ അസറ്റ്. ഉദാഹരണം നോക്കാം, ലാൻഡ് കാണാൻ പറ്റുമോ? പറ്റും. തൊടാൻ പറ്റുമോ? പറ്റും. ബിൽഡിങ്, മെഷീനറി, എക്യുപ്മെന്റ്, ക്യാഷ്, ഓഫീസ് സപ്ലൈസ്, സ്റ്റോക്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇതെല്ലാം മെറ്റീരിയലൈസ്ഡ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് കയ്യിലെടുക്കാം, തൊടാം, കാണാം, ഇതെല്ലാം ചെയ്യാൻ പറ്റും. ടാഞ്ചിബിൾ ആണ്. കാണാൻ പറ്റുമെന്ന് മാത്രമേ ഇപ്പോൾ ഓർക്കുക, അല്ല തൊടാൻ പറ്റുമെന്ന് ഓർക്കുക. അങ്ങനെ അസറ്റുകളെല്ലാം എന്താ? ടാഞ്ചിബിൾ അസറ്റാണ്. ടാഞ്ചിബിൾ അസറ്റുകളാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇത് അസറ്റാണ്. അസറ്റ് മീൻസ് എന്നാ? വാട്ട് ഈസ് അസറ്റ്? അസറ്റ് എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അസറ്റിന്റെ മീനിങ്, വാല്യൂ ഉള്ള ഒരു സാധനമാണ് അസറ്റ്. ഓക്കെ, അസറ്റിന്റെ ഡെഫിനിഷൻ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ. ഓക്കെ, ഇൻടാഞ്ചിബിൾ അസറ്റ് അസറ്റാണ്, പക്ഷെ കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, ഫീൽ ചെയ്യാനും പറ്റില്ല, അല്ലെങ്കിൽ ഇതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ അസറ്റ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് എ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഫിസിക്കലായിട്ട് എക്സിസ്റ്റൻസ് ഇല്ല, നിലനിൽപ്പില്ലാത്ത അസറ്റുകൾ എന്ന് വിളിക്കാം ഇൻടാഞ്ചിബിൾ. കാണാൻ പറ്റുന്നില്ല, തൊടാൻ പറ്റുന്നില്ല, ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഉദാഹരണം ഗുഡ്വില്ല്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗുഡ്വിൽ, വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ബിസിനസ് കമ്പനി. കാണാൻ പറ്റുമോ ഗുഡ്വിൽ? ഇല്ല. തൊടാൻ പറ്റുമോ? ഇല്ല. ഫീൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പേറ്റൻസ് എന്താണെന്ന് അറിയാം? ബ്രാൻഡ്. ഒരു ബ്രാൻഡ് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്, ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡ്. കോപ്പി റൈറ്റ്സ്, ട്രേഡ് മാർക്സ്, ട്രേഡ് സീക്രട്സ്, പെർമിറ്റ്സ്, കോർപ്പറേറ്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഈ ഓരോ ഐറ്റങ്ങൾ ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള. ഇത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. തൊടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇതെന്താ? അസറ്റാ. നിങ്ങൾ തന്നെ പറയാം, ഒരു ബ്രാൻഡിന് ഒരു മൂല്യമുണ്ടോ? നമ്മൾ ബ്രാൻഡ് വാല്യൂ എന്നൊക്കെ പറയില്ലേ, ബ്രാൻഡ് ഒരു അസറ്റാണ്. അതെ. കോപ്പി റൈറ്റ് ഒരു റൈറ്റ് ആണത്. ആ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അസറ്റാ. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അല്ലെ ഗുഡ്വില്ല്, ഒരു സൽപ്പേര്, പേറ്റന്റ്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ഇൻടാഞ്ചിബിൾ അസറ്റുകളാണ് ഇതെല്ലാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ കണ്ട ഫിസിക്കൽ എക്സിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിലാണ് ടാഞ്ചിബിൾ അസറ്റ്സും ഇൻടാഞ്ചിബിൾ അസറ്റ്സും. ഇനി നമ്മൾ കാണുന്നതാണ് യൂസേജിന്റെ അടിസ്ഥാനത്തിൽ. യൂസേജ്, ഓപ്പറേറ്റിംഗ് അസറ്റ്സും നോൺ ഓപ്പറേറ്റിംഗ് അസറ്റ്സുമായി തിരിക്കാം. ഓപ്പറേറ്റിംഗ് അസറ്റ്സ് ആർ അസറ്റ്സ് ദാറ്റ് ആർ റിക്വയർഡ് ഇൻ ദ ഡെയിലി ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഡെയിലി പ്രവർത്തനങ്ങളിൽ ആവശ്യമുള്ള അസറ്റുകളെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് അസറ്റുകൾ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഓപ്പറേറ്റിംഗ് അസറ്റ്സ് ആർ യൂസ്ഡ് ടു ജനറേറ്റ് റവന്യൂ ഫ്രം എ കമ്പനീസ് കോർ ബിസിനസ് ആക്ടിവിറ്റി. അതായത് ആ കമ്പനി എന്ത് ബിസിനസ്സിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ കോർ ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ആക്ടിവിറ്റി. അതിൽ നിന്ന് ഒരു റവന്യൂ ലഭിക്കണമെങ്കിൽ ഈ അസറ്റുകൾ വേണം. ഈ അസറ്റുകളുടെ ഉപയോഗമുണ്ട്. ഈ അസറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ബിസിനസിന്റെ കോർ ആക്ടിവിറ്റികൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമാണ് അതിന് കീഴിൽ വരുന്നതാണ് ക്യാഷ്. ക്യാഷ് ഇല്ലാതെ ഏതെങ്കിലും ബിസിനസ് മുന്നോട്ട് പോകുമോ? സ്റ്റോക്ക്, ഏതെങ്കിലും കമ്പനിക്ക് സ്റ്റോക്ക് ഇല്ലാണ്ട്, സാധനം വിൽക്കുന്ന കമ്പനിയാണ്, സ്റ്റോക്ക് ഇല്ലെങ്കിൽ എന്തെടുത്ത് വിൽക്കും? അപ്പൊ സ്റ്റോക്ക്. ബിൽഡിങ്, കെട്ടിടം വേണ്ടേ?
മെഷീനറി, എക്യുപ്മെന്റ്സ്, പേറ്റന്റ്സ്, കോപ്പിറൈറ്റ്സ്, ഗുഡ്വില്ല്, ഇതൊന്നും ഇല്ലാണ്ട് കച്ചവടം നടക്കില്ല. ആ ബിസിനസിന്റെ ബേസിക് ഓപ്പറേഷൻസ് എന്താണോ അത് നടക്കണമെങ്കിൽ ഇതൊക്കെ വേണം. എന്നും ആവശ്യമുണ്ട്. എന്നും ഈ സംഗതികൾ ആവശ്യമുണ്ട്. ഒരു ദിവസം സാധനം ഉണ്ടാക്കി വെക്കുന്ന കമ്പനിയാണ്, മെഷീനറി ഇല്ല, നടക്കുമോ? ഇല്ല. അല്ലെങ്കിൽ സ്റ്റോക്ക് ഇരിപ്പില്ല, വിൽക്കാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം നമുക്ക് ഡേ ടു ഡേ കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അതിനാണ് ഓപ്പറേറ്റിംഗ് അസറ്റ്സ് അല്ലെങ്കിൽ എന്നും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന അസറ്റുകൾ. അതിനാണ് ഓപ്പറേറ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. അടുത്താണ് നോൺ ഓപ്പറേറ്റിംഗ് അസറ്റ്സ്. നോൺ ഓപ്പറേറ്റിംഗ് അസറ്റ്സ് ആർ അസറ്റ്സ് ദാറ്റ് ആർ നോട്ട് റിക്വയർഡ് ഫോർ ഡെയിലി ബിസിനസ് ഓപ്പറേഷൻസ് ബട്ട് ക്യാൻ സ്റ്റിൽ ജനറേറ്റ് റവന്യൂ. ഇതിന്റെ പ്രത്യേകത എന്നും ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ അസറ്റുകൾ ഡെയിലി ബിസിനസിന് ആവശ്യമുള്ളതല്ല. അല്ലെ ബിസിനസിന്റെ കോർ ഫങ്ഷൻ ഉണ്ടല്ലോ, ആ ബിസിനസ് അല്ലെ ആ കമ്പനി എന്ത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിന് ഈ അസറ്റുകൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ അസറ്റ് വെച്ചല്ല പ്രവർത്തനം നടക്കുന്നത്. ഉദാഹരണം നോക്കാം. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, വേക്കന്റ് ലാൻഡ്, ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം എ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടിയിട്ട് വേണം അവർക്ക് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ. അല്ല അവരുടെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇതിനെ ബേസ് ചെയ്താണോ അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടക്കണം? അല്ല. ഇതില്ലെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇതൊരു എസെൻഷ്യൽ അല്ല. ഇതുണ്ടെങ്കിൽ നല്ലത് അത്രേ ഉള്ളൂ. അസറ്റ്സ് ആണ്, ഉണ്ടേ നല്ലതാ. ഇതിനൊക്കെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടും. പക്ഷെ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്നും നമുക്ക് ആവശ്യമുണ്ട്. അതേസമയം ഇവിടെ നോക്കിയോ, ഓപ്പറേറ്റിംഗ് ഈ കാര്യങ്ങളില്ലാതെ ബിസിനസ് പോകില്ല. ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് റൺ ആവുകയുള്ളൂ, ബിസിനസിന്റെ ഓപ്പറേഷൻസ് നടക്കുകയുള്ളൂ, റവന്യൂ ജനറേറ്റ് ചെയ്യുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇതും അസറ്റ്സാ. പക്ഷെ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ബിസിനസ് റൺ ആയിക്കോളും, റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടും. ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യും റവന്യൂ, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത് ഒരു എസെൻഷ്യൽ അല്ല. ഉണ്ടെങ്കിൽ നല്ലതാണ്. നോൺ ഓപ്പറേറ്റിംഗ് അസറ്റ്സ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് അസറ്റ്സ്. അസറ്റ്സ് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന നമ്മൾ കളത് കണ്ടു. പക്ഷെ ഇവിടെ നമ്മൾ കാണാത്ത ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഇന്റേണൽ റീകൺസ്ട്രക്ഷനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസറ്റാണ്, അസറ്റ് അല്ല എന്നും പലരും പറയുന്നു. പല അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് കാണാം ആരാണത്. ഫിക്ടീഷ്യസ് അസറ്റ്സ്. ഇത് കാണുന്നത് ബാലൻസ് ഷീറ്റിലാണ്, അസറ്റ് സൈഡിലുമാണ് കാണുന്നത്. അപ്പൊ ഇതിനെ പിന്നെ എന്ത് വിളിക്കണം? അസറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കൊടുത്തിരിക്കുന്നത് നോ വാല്യൂ അസറ്റ്സ്. ഫിക്ടീഷ്യസ് അസറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നോ വാല്യൂ അസറ്റ്. ഇതൊരു അസറ്റ് സൈഡിൽ കാണുന്ന ഐറ്റം ആണെങ്കിൽ ഇതിന് യാതൊരു വാല്യൂവും ഇല്ല. അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഫിക്ടീഷ്യസ് അസറ്റിന് യാതൊരു വാല്യൂവും ഇല്ല, നോ വാല്യൂ അസറ്റ്സ്. ദ ബെസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്സ് ഈസ് ടു മെമ്മറൈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഫിക്ടീഷ്യസ്. ഫിക്ടീഷ്യസ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ഫേക്ക് ഓർ നോട്ട് ട്രൂ. സത്യമല്ല, കള്ളം, ഫേക്ക്, ഇമാജിനറി എന്നൊരു മീനിങ് ഒക്കെ നമുക്ക് വേണം പറയാം. ഫിക്ടീഷ്യസ് ആയിട്ടുള്ളത്. ഫിക്ടീഷ്യസ് അസറ്റിന്റെ പേര് തന്നെയുണ്ട് ഫേക്ക് അസറ്റ്സ്, അല്ലെങ്കിൽ നോട്ട് ട്രൂ, അല്ലെങ്കിൽ ഇമാജിനറി അസറ്റ്സ്. കാണാം, ഫിക്ടീഷ്യസ് അസറ്റ്സ് ആർ നോട്ട് അസറ്റ്സ് അറ്റ് ഓൾ. സത്യത്തിൽ ഇതൊരു അസറ്റേ അല്ല. പറയണേ ഫിക്ടീഷ്യസ് അസറ്റാ, പക്ഷെ സത്യത്തിൽ ഇത് അസറ്റേ അല്ല. ഹൗഎവർ ദേ ആർ ഷോൺ ആസ് അസറ്റ്സ് ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന എന്നതാ? അസറ്റ് ആയിട്ടാ. ഇവിടെ കാണാം only for the time being. In fact, they are expenses and losses which are for some reason couldn't be written off during the accounting period of their incidents. അതായത് സത്യത്തിൽ ഇത് നമുക്കുണ്ടായ കുറച്ച് ചിലവുകളാണ്. നമുക്ക് ആ അക്കൗണ്ടിംഗ് പീരീഡ് തന്നെ എഴുതി തള്ളാൻ പറ്റാത്ത കുറച്ച് ചിലവുകളാണ്. എഴുതി തള്ളായിരുന്നു വേണമെങ്കിൽ നമുക്ക് ഒത്തിരി ചിലവുകൾ വരും, കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാവും. ആ നഷ്ടങ്ങൾ നമുക്ക് ആ ഒരു വർഷം തന്നെ എഴുതി തള്ളായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കുന്നില്ല. അപ്പൊ അത് നമ്മൾ എന്തായിട്ട് കാണിക്കും? ഒരു അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കും. അതിൽ നിന്ന് വല്ല വാല്യൂ ഉണ്ടോ? ഒരു വാല്യൂ ഇല്ല. അതിനൊരു വാല്യൂ ഇല്ല. ഒരാളായിട്ട് അവിടെ ഇരിക്കുന്നു. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഒരാളായിട്ടിരിക്കുന്നു. പേരും കൊടുത്തു ഫിക്ടീഷ്യസ് അസറ്റ്. ആ പേര് തന്നെ ഉണ്ട്, ഫേക്കാന്ന്. ആള് ഫേക്കാ, അല്ലെങ്കിൽ അസറ്റ് ഫേക്കാ. ഇതൊരു എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ലോസ് ആണ്. നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എഴുതി തള്ളാൻ പറ്റൂല. പല കാരണങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വിശദമായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിനെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും? എഴുതി തള്ളും. ഫിക്ടീഷ്യസ് അസറ്റുകൾ ഒരു കമ്പനി ബിസിനസ് എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ എഴുതി തള്ളും. എക്സാമ്പിൾ നോക്കാം. പ്രൊമോഷണൽ എക്സ്പെൻസസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ പ്രൊമോഷണൽ എക്സ്പെൻസസ്, അതൊരു എന്താ? ഒരു ചെലവാ, എക്സ്പെൻസാ. പക്ഷെ അതിന് നമുക്ക് ആ വർഷം തന്നെ എഴുതി തള്ളാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു അസറ്റായിട്ട് ഇവിടെ കൊണ്ടിരിക്കും. കാരണം ഇതിന് കുറെ ഗുണമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ. ഇപ്പൊ വാല്യൂ ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. ആ ചെലവിന് സത്യം വാല്യൂ ഇല്ല, പക്ഷെ പ്രൊമോഷൻ വഴി നമുക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അസറ്റാക്കി വെച്ചേക്കും. അല്ലെ പ്രിലിമിനറി എക്സ്പെൻസസ് എപ്പോഴും കേൾക്കുന്ന ഉദാഹരണം. ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂയും പ്രീമിയത്തെ ഇഷ്യൂയും ഡിസ്കൗണ്ട് ഇഷ്യൂയും. ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തെങ്കിൽ അതിന് എന്തായിട്ട് കാണിക്കും? നമ്മൾ അസറ്റ് സൈഡിൽ കൊണ്ടു വെച്ചേക്കും, ഒരു അസറ്റായിട്ട്. സത്യത്തിൽ എന്താ? നോ വാല്യൂ അസറ്റ്. പിന്നെ എഴുതി തള്ളും നമ്മൾ ലോസ് ഇൻക്വയർഡ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ. ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്ത് നമുക്കുണ്ടായ ലോസ്. ചിലപ്പോൾ ഡിബെഞ്ചർ ഇഷ്യൂ നമുക്ക് എന്തുണ്ടാവും? ലോസ് ഉണ്ടാവും. ആ ലോസിന് എന്തായിട്ടാ? ഫിക്ടീഷ്യസ് അസറ്റ് ആയിട്ട് കൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വെക്കും. ദേ ആർ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓൺ ദ അസറ്റ് സൈഡ് അണ്ടർ ദ ഹെഡ് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ.
ടു ദ എക്സ്റ്റെന്റ് നോട്ട് റിട്ടേൺ ഓഫ് ഓർ അഡ്ജസ്റ്റഡ്. ഇത് എഴുതി തള്ളുന്ന കാലഘട്ടം വരെ, അതായത് ഒരിക്കൽ നമ്മൾ എഴുതി തള്ളും, അതുവരെ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മിസലേനിയസ് എക്സ്പെൻഡിച്ചറിന് കീഴിൽ കൊണ്ട് വെച്ചിരിക്കും. നിങ്ങൾക്ക് ഈ ബാലൻസ് ഷീറ്റ് ശരിക്കും സൂക്ഷിച്ച് നോക്കാം. കാണുന്നുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ഫിക്ടീഷ്യസ് അസറ്റിനെ? കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണും. കാരണം ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുക ബ്ലൂ കളറിൽ. മൊത്തം ലൈബിലിറ്റി സൈഡ് അസറ്റ് സൈഡ് നോക്കിക്കണ്ടേ, കാണാൻ സാധിക്കുന്നുണ്ടോ? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഈ ഷെയർസ് നമ്മൾ കൊടുത്തേക്കണം, ഈഫ് അല്ല, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ ഫിക്ടീഷ്യസ് അസറ്റ്സിന്റെ ബാലൻസ് ഷീറ്റിലെ പ്രസൻസ് നമ്മൾ കണ്ടു, അതെങ്ങനെയാണെന്ന് കണ്ടു. അതിനെക്കുറിച്ച് ഇനി ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകാം. ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾസ്, അസറ്റുകളും ലൈബിലിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട. ഇത് തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇനി കാണുന്ന ജേണൽ എൻട്രീസ് അല്ലെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതിന്റെ ഒരു സഹായത്തോടു കൂടി മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ മനസ്സിലാക്കുക, ക്രെഡിറ്റ് ചെയ്താൽ ലൈബിലിറ്റി കൂടും. ലൈബിലിറ്റി സൈഡിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഐറ്റത്തെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുകയാണെന്ന് അർത്ഥം. ക്രെഡിറ്റ് ചെയ്യുന്നതോറും ലൈബിലിറ്റി കൂടും. അതേസമയം താഴെ കാണാം, ഡെബിറ്റ് ചെയ്യുന്നതോറും ലൈബിലിറ്റി കുറയും. ഇവിടെ കാണുന്ന ബാങ്ക് ലോൺ, അതിനെ ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് ലോൺ കൂടി എന്നർത്ഥം, ജേണൽ എൻട്രി. അതുപോലെ ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറഞ്ഞെന്നർത്ഥം. ഏത് ലൈബിലിറ്റി ആണെങ്കിലും ക്രെഡിറ്റ് ചെയ്താൽ അത് കൂടി, ഡെബിറ്റ് ചെയ്താൽ അത് കുറഞ്ഞു. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി അസറ്റ് നേരെ ഓപ്പോസിറ്റ്. ഒരു അസറ്റിനെ ഡെബിറ്റ് ചെയ്താൽ ആ അസറ്റിന്റെ വാല്യൂ കൂടി, അസറ്റ് കൂടിയെന്നർത്ഥം. അതേസമയം അസറ്റിനെ ക്രെഡിറ്റ് ചെയ്താൽ അസറ്റ് കുറഞ്ഞെന്നർത്ഥം. മെഷീനറി നമ്മൾ ഡെബിറ്റ് ചെയ്യുക, അതിനർത്ഥം എന്നാ? മെഷീനറി കൂടി, മെഷീനറിയുടെ വാല്യൂ കൂടി. അതേസമയം മെഷീനറി നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്തതിന്റെ മീനിങ് എന്താ? അതിന്റെ വാല്യൂ കുറഞ്ഞു. മനസ്സിലാക്കുക, ലൈബിലിറ്റിയെ ക്രെഡിറ്റ് ചെയ്താൽ കൂടുന്നു എന്നർത്ഥം, ഡെബിറ്റ് ചെയ്താൽ കുറയുന്നു എന്നർത്ഥം. ക്രെഡിറ്റ് ഇൻക്രീസ്, ഡെബിറ്റ് ഡിക്രീസ്. അതേസമയം അസറ്റിനെ സംബന്ധിച്ച് ഡെബിറ്റ് ചെയ്താൽ കൂടി, ഇൻക്രീസ്, ക്രെഡിറ്റ് ചെയ്താൽ ഡിക്രീസ്, കുറഞ്ഞു. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ജേണൽ എൻട്രിയിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഇതാണ് അസറ്റുകളെയും ലൈബിലിറ്റികളെയും സംബന്ധിച്ച ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾസ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ക്രെഡിറ്ററെ ക്രെഡിറ്റ് ചെയ്യുക കൂടുവാണോ കുറയുവാണോ? ആൻസർ ചെയ്യുക, കമന്റ് ചെയ്യുക. ക്രെഡിറ്ററെ ക്രെഡിറ്റ് ചെയ്യുന്നു, കൂടുകയാണോ കുറയുകയാണോ? രണ്ടാമത്തെ ചോദ്യം, ബിൽസ് പേയബിൾ ഡെബിറ്റ് ചെയ്യുക, അവർ ലൈബിലിറ്റി കൂടുവാണോ കുറയുവാണോ? മൂന്നാമത്തെ ചോദ്യം, ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക, ഡെബിറ്റ് അല്ല ക്രെഡിറ്റ് ചെയ്യുക, ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക, അസറ്റ് കൂടുവാണോ കുറയുവാണോ? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? അതുപോലെ ഡെറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യുക, അവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ കൂടുകയാണോ കുറയുകയാണോ? ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇനി പിന്നീട് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ കാണുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.